എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് വെച്ചിട്ടുള്ള ഹെൽത്തിയായ ഒരു ജ്യൂസാണ്. അതിനുവേണ്ടി നമ്മളൊരു ബീറ്റ്റൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായി കുക്കറിലേക്കിട്ട് നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് 2 വിസിലാകുമ്പോഴത്തേക്കും ഇത് വെന്ത് കിട്ടും. വെന്ത ബീറ്റ്റൂട്ട് ഇതിൻ്റെ ചൂടൊക്കെ പോയി ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒരു 2 ഏലക്കയുടെ അരിയും ആവശ്യത്തിന് മധുരവും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം. ബീറ്റ്റൂട്ട് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് പാലും ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. പാലും മധുരവും ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് ഒരു ആപ്പിളിൻ്റെ ഒരു പീസ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി. നട്ട്സോ ബദാമോ ഒക്കെ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഏറെ ഹെൽത്തിയായ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ബീറ്റ്റൂട്ട് വെച്ചാണ് ഈ ജ്യൂസ് ഉണ്ടാക്കിയെന്ന് നമുക്ക് തോന്നുകയില്ല. ബീറ്റ്റൂട്ടിൻ്റെ ചൊവ്വയോ ഒരു ടേസ്റ്റും ഇതിനില്ല. നല്ല ഹെൽത്തിയായ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലത് മാത്രം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു.